ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കലത്തപ്പമാണ്. ഇതിൻ്റെ പേര് കലത്തപ്പം എന്നാണെങ്കിലും നമ്മളിത് തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കലത്തപ്പം നല്ല സ്പോഞ്ച് പോലെയാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. വൈകുന്നേരത്തെ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ml കപ്പളവിൽ 1 കപ്പ് പച്ചരി കുതിർക്കാനായി 4 മണിക്കൂർ വെച്ച ശേഷം അതൊക്കെ വെള്ളമൊക്കെ വാർത്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ഏലക്കയും 1/4 ടീസ്പൂൺ ജീരകവും 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാനായി അരി അളന്ന അതേ കപ്പളവിൽ തന്നെ 250 ml വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി അതേ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കൈ വെച്ച് നമ്മൾ ഈ ശർക്കര പാനി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡയും കൂടി ചേർത്ത് അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു അലൂമിനിയം കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തുകൂടി ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. തേങ്ങാ കൊത്തൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നും കുറച്ച് കോരി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുകൂടി ഇതിലേക്ക് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടപ്പിലെ വിസിൽ മാറ്റി വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കിയെടുക്കാം. ഞാനൊരു 17 മിനിറ്റൊക്കെ ആയപ്പോൾ കുക്കർ ഒന്ന് മൂടി മാറ്റി നോക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കലത്തപ്പം തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.